തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് ഗൗതം ഒളിഞ്ഞു നിന്ന് കേട്ടതാ. എന്നെ ഒന്ന് വിശ്വസിക്കും പാറു. ഞങ്ങൾ പറയുന്നത് സത്യ. നിധി എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല അമ്മേ. ഞാൻ മറിഞ്ഞു നിന്ന് കേട്ടതാ എല്ലാം. അമ്മ കഥ തുറക്ക്. അമ്മ പ്ലീസ് അമ്മ. അമ്മ കഥ തുറക്ക്. ഗൗതം അമ്മ ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഇത് കുഴപ്പമാവും ഗൗതം. എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യ് അമ്മ. എന്റെ പാറു വാതിൽ തുറക്ക്. അമ്മ അമ്മേ, എന്റെ അമ്മേ, വാതിൽ തുറക്കാൻ. അമ്മേ, പാറു അമ്മേ, അമ്മേ, എന്റെ പാറു, എന്റെ പാറുവിന്റെ മോനായി പറയുന്നേ. എന്റെ അമ്മയാണെങ്കിൽ അത് കഥ തുറക്ക്. പാറു കഥ തുറക്കമ്മേ. കഥ ഒന്ന് തുറക്കമ്മേ. പാറു അമ്മ കഥ തുറക്കമ്മേ. അമ്മേ കഥ തുറക്ക. നീ ഇപ്പോ എന്താ എന്നെ വിളിച്ച? അമ്മയെന്ന് ഒരു പെറ്റമ്മയോടുള്ള എല്ലാ ആത്മാർത്ഥതയും ഉള്ളിൽ വെച്ചോണ്ടാണോ നീ എന്നെ അമ്മ എന്ന് വിളിച്ച്? അതോ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രം വിളിച്ചതാണോ? എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നെ എന്റെ അമ്മയ്ക്ക് അറിഞ്ഞുകൂടെ? എന്റെ ജീവിതത്തില് ഒരിക്കലും പരിഹരിക്കാനാവാത്ത ഒറ്റ വിഷമേ ഉള്ളൂ. അതെന്താണെന്ന് അറിയൂ? ഈ അമ്മയുടെ വയറ്റിൽ ഈ അമ്മയുടെ മകനായി പിറക്കാനായില്ലല്ലോ എന്ന്. ഈ നിർമ്മലാമ്മയാണ് എന്നെ പെറ്റതെങ്കിലും ദൈവം എനിക്കൊരു അമ്മയെ തന്നത് ഈ പാറുവമ്മയാ. പാറുവമ്മയെക്കാളും വലുതായിട്ട് ഈ ഭൂമിയിൽ എനിക്ക് വേറെ ഒന്നുമില്ലമ്മേ. ഈ അമ്മയുടെ കാൽക്കൽ ജീവിക്കുന്നതാണ് എന്റെ സ്വർഗം. ഞാൻ ഏതെങ്കിലും വിധത്തിൽ എന്റെ അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് അമ്മ. മാപ്പമ്മ. നീ ഒരു തെറ്റ് ചെയ്തിട്ടില്ലട മോനെ. എനിക്ക് നിന്നോടുള്ള സ്നേഹം കൂടുതലാ എല്ലാത്തിനും കാരണം. നിന്നെ വേറൊരാൾക്കും വിട്ടുകൊടുക്കാൻ പറ്റാത്തത് കൊണ്ട്. അതുകൊണ്ടാ ഞാൻ മരിക്കാൻ തീരുമാനിച്ചത്. പാറു, ഈ നിൽക്കുന്നത് നിന്റെ മോന, നിന്റെ മാത്രം മോൻ. സത്യത്തിൽ എനിക്കിവനിൽ ഒരവകാശമില്ല. പിടിച്ചോ, നീ തന്നെ എടുത്തോ അവനെ. കൊതി തീർന്നിട്ടൊന്നുമില്ല ഇവന്റെ കൂടെ ജീവിച്ച്. എന്നാലും കുറച്ചു നാളെങ്കിലും ജീവിക്കാൻ പറ്റിയല്ലോ എന്റെ മോന്റെ കൂടെ. മതി, അത്ര മതി. ഇനി ഒരുപാട് കാലമൊന്നുമില്ല. പോയിക്കോളാം.
നിങ്ങളുടെ ഒന്നും കൺവെട്ടത്ത് വരാതെ ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. ഇനി ഒരിക്കലും നിങ്ങൾക്കിടയിൽ സ്നേഹത്തിന് തടസ്സമായിട്ട് ഞാൻ വരില്ല. പോവാ ഞാൻ. എങ്ങോട്ട് പോവോ നീ? എങ്ങോട്ടേ ഒളിച്ചോടാ പോന്നെ? നീ എന്നെ കുറിച്ച് കരുതിയ ഒരു മകന്റെ അരികിൽ നിന്നും പെറ്റമ്മയെ കൊത്തിപ്പിരിച്ച് കളയാനും മാത്രം ക്രൂരാണോ ഈ ഞാൻ? നീ എങ്ങോട്ടും പോണ്ട. ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? വിടത്തില്ല നിന്നെ ഞാൻ എങ്ങോട്ടും. കേട്ടല്ലോ? എനിക്കിപ്പോ എല്ലാ സത്യങ്ങളും അറിയാവുന്ന രണ്ടമ്മമാരുണ്ട്. ഈ ഭൂമിയിലെ ഏറ്റവും ഭാഗ്യം ചെയ്തവനാ ഞാൻ. ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിട്ട ഇത്രയും കാലം ഞാൻ പല സത്യങ്ങളും മറച്ചു വെച്ചത്. ആർക്കെങ്കിലും ഞാൻ കാരണം വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പ്. ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ആയുസറ്റ് നിലംപരിശാകാൻ ഇനി മണിക്കൂറുകൾ മാത്രം അല്ലേ ജ്യോതി? ഇന്ന് കൃത്യം 5 മണിയാകുമ്പോഴേക്കും പ്രണവിന് ഹൈടെക് സിറ്റിക്കാരി കൊടുത്തിരിക്കുന്ന സമയപരിധി അവസാനിക്കും. ആ പ്രോജക്റ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാ പിന്നെ ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഇല്ല. ആ ടെൻഡർ സ്വാഭാവികമായും നമ്മൾ നേടും. പതുക്കെ പതുക്കെ ഒരു വൈറസ് പോലെ ഈശ്വരമംഗലത്തെ ആക്രമിച്ച് സർവ്വ സ്വത്തുക്കളും സ്വന്തമാക്കി പ്രണവിനെയും ശിവാനിയെയും വസുന്ധരയും ഉൾപ്പെടെ സർവ്വ എണ്ണത്തിനെയും തെരുവിലിറക്കി ആ കുടുംബത്തിന്റെ സർവനാശം ഞാൻ ആഘോഷിക്കും. CKC ഈശ്വരമംഗലം ഗ്രൂപ്പിൽ നിന്ന് സജീവം വിളിക്കുന്നുണ്ട്. അവിടെ പ്രണവിന് ഭ്രാന്ത് പിടിച്ചു കാണും. അവൻ മിക്കവാറും ആ ഓഫീസിന് തന്നെ തീയിടും. എടുക്ക്. ഏറ്റവും പുതിയ വിശേഷങ്ങൾ ഞാനും കൂടി ഒന്ന് കേൾക്കട്ടെ. ഹലോ, പറയ് സജീവ. ഏതു ഭാഗത്തു നിന്നാ പ്രണവ് ആദ്യം തീ കൊളുത്തിയത്? റിസപ്ഷനിൽ നിന്നോ അതോ സ്വന്തം ക്യാബിൻ കത്തിച്ചോ? മേഡം എന്താ ഉദ്ദേശിച്ചത്? പ്രോജക്റ്റ് നഷ്ടപ്പെട്ട ദേഷ്യത്തില് പ്രണവ് ഈശ്വരമംഗലം ഗ്രൂപ്പിന് തീയിട്ടോന്നാ ചോദിച്ചത്. മേഡം എന്തറിഞ്ഞിട്ട് ഈ സംസാരിക്കുന്നത്? ഇത്രയും നേരം ഇവിടെ എല്ലാ സ്റ്റാഫുമായിട്ട് ഒന്നിച്ച് പ്രണവ് സാർ ആഘോഷിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത്. ഹൈടെക് സിറ്റിയുടെ 500 കോടിയുടെ എംവാക് പ്രോജക്റ്റ് പ്രണവ് സാറിന് തന്നെ കിട്ടി. എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ട് പ്രണവ് സാർ തിരിച്ചെത്തി. ഇവിടെ വമ്പൻ ആഘോഷമായിരുന്നു. എന്തോന്നാ സജീവ നീ പറയുന്നേ? അതിന് ഗൗതം കൺസൾട്ടന്റായിട്ട് നിൽക്കാന്ന് സമ്മതിച്ചോ? എന്താ ഉണ്ടായത്? ഗൗതം സാറിന്റെ കൺസെന്റ് ഒന്നും ഇല്ലാതെ തന്നെ പ്രോജക്റ്റ് പ്രണവ് സാറിന് കൊടുത്തു എന്നാ മാനേജർ പറഞ്ഞത്.